Good morning. Today let us discuss about the definite integral. So, already in the last class we already studied how to find the area under the curve. അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ എങ്കിൽ ഏരിയ അണ്ടർ ദ കർവ് കാണാൻ നമ്മൾ ചെയ്യുക ബിറ്റ്വീൻ എ ആൻഡ് ബി അല്ലേ. ഇതാണ് എ എന്നുള്ള പോയിൻറ്റ്, ഇതാണ് ബി എന്നുള്ള പോയിൻറ്റ്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്, റെക്റ്റാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്തിരുന്നു അല്ലേ. റെക്റ്റാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്തു. അതായത് ഓരോ എക്കും ബിക്കും ഇടയിലുള്ള വാല്യൂസ് നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ നമ്മൾ എന്താണ് ട്രയാങ്കിൾ റെക്റ്റാങ്കിൾസ് കൺസിഡർ ചെയ്തിരുന്നു. ഒന്നുകിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് തൊട്ടിട്ട് വരയ്ക്കാം. ഇതിപ്പോൾ ഞാൻ വരയ്ക്കുന്ന പോലെ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ വരച്ചു പോവാം അല്ലേ. ഓക്കെ, അപ്പോൾ കുറേ ഭാഗം ഔട്ട് സൈഡ് ആയിരിക്കും, അണ്ടർ ദ കർവ് ആവില്ല അല്ലേ. നമ്മളെന്താ ചെയ്തിരുന്നത്, അതിൻ്റെ എല്ലാം സമ്മ് ചെയ്തായെങ്കിൽ അവന് ഓരോ റെക്റ്റാങ്കിളിൻ്റെയും ഏരിയയുടെ സമ്മും ഏരിയ അണ്ടർ ദ കർവും സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ അത് എത്രത്തോളം റെക്റ്റാങ്കിൾസ് നമുക്ക് കൂട്ടാൻ പറ്റുന്നു, എത്രത്തോളം അടുത്തടുത്ത് നമ്മൾ എയുടെയും ബിയുടെ ഇടയിൽ പോയിൻ്റ് എടുക്കുന്നോ അത്രത്തോളം അതിൻ്റെ ഏരിയ അപ്രോക്സിമേറ്റ് ആയിട്ട് വരും എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇൻറ്റഗ്രൽ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, അതിൽ സി കെക്ക് എന്തായിരുന്നു, അപ്പോൾ ഒരു എ ബിത്തെ ഒരു ഇൻ്റർവെല്ലിൽ എ ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈക്വലായിട്ടാണ് ചെയ്യുന്നില്ല. അതായത് എയും എക്സ് നോട്ടാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. എയും x1 തമ്മിലുള്ള x0 x1 തമ്മിലുള്ള ഡിസ്റ്റൻസ്, x1 x2 തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സെട്ര ബി ഈക്വൽ ടു എക്സ് ആണെങ്കിൽ അങ്ങനെ ഓരോന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വലാണ്. നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഇനി ആർബിട്രറി ആയിട്ട് ഓരോ x1 x2 x3 x4 അങ്ങനെ ഓരോ ഇൻ്റർവെല്ലിൻ്റെ ഇടയിൽ ആർബിട്രറി വാല്യൂസ് എടുത്തിരുന്നു. അതിന് സി കെ എന്ന് പറഞ്ഞിരുന്നു അല്ലേ. സി കെ അല്ലേ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഈ ഫോമുല ഓർമ്മയുണ്ടാവും. ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ കെ ഈക്വൽ ടു 1 to n എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ്. ജസ്റ്റ് നത്തിങ് ബട്ട് അവർ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി ഫംഗ്ഷൻ ഷുഡ് ബി കണ്ടിന്യൂസ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ദെൻ ഏത് സി കെ എടുത്താലും ഓരോ ഇൻ്റർവെല്ലിൽ നമ്മൾ ചില കേസിൽ മിഡ് പോയിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ചിലത് റൈറ്റ് ഹാൻഡ്, ചിലത് ലെഫ്റ്റ് ഹാൻഡ്, ചിലപ്പോൾ ആർബിട്രറി എടുക്കാം എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഈ സൈക്ക് ഓരോ ഇൻ്റർവെല്ലിൽ നിന്നും ഏതെടുത്താലും ഈ ലിമിറ്റ് യുണീക്കായി വരണം. ഓക്കെ, ദെൻ ടോട്ടൽ ലെങ്ത് ബി മൈനസ് എ ആണെങ്കിൽ ഡെൽറ്റ എക്സ് ബി മൈനസ് എ ബൈ എൻ ആയിരിക്കും. C1 C2 എക്സെട്ര സി എൻ ബി ആർബിട്രറി പോയിൻറ്റ്സ് in the respective subintervals with ck lying in the kth interval xk minus 1 xk. Then the definite integral is denoted by integral a to b f of x dx is equal to limit n tends to infinity k equal to 1 to n f of ck delta x. Then ഇങ്ങനെ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ we will say to be we can say that this f is integrable on closed interval a b. ആൻഡ് ദിസ് മെത്തേഡ് ഇസ് നോൺ ആസ് ഇൻറ്റഗ്രേഷൻ ഒക്കെ അറിയാവുന്ന കാര്യമാണ് അല്ലേ. ദെൻ ലോവർ ലിമിറ്റ് ആണെന്ന് അറിയാം അല്ലേ. ഈ താഴത്തെ ലിമിറ്റ് ഇത് ലോവർ ലിമിറ്റ് ആണ്, ബി എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ആണ്. ദെൻ ബോത്ത് ദ ലിമിറ്റ്സ് ടുഗദർ വി ക്യാൻ കോൾ ആസ് ലിമിറ്റ്സ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ദെൻ ഈ ഫംഗ്ഷൻ ഏതാ, ഇൻറ്റഗ്രൽ ഓഫ് എഫ് എന്ന് പറയും. ഈ ഫംഗ്ഷൻ നമ്മൾ ഇൻറ്റഗ്രാൻഡ് എന്ന് പറയും. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് റെയ്മാൻ സം. അപ്പോൾ ചിലപ്പോൾ പ്രോബ്ലത്തിൽ ഫൈൻഡ് ദ ഇൻറ്റഗ്രൽ എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോമുലൊക്കെ യൂസ് ചെയ്യാം. ചില കേസിൽ ഫൈൻഡ് ദ ഇൻറ്റഗ്രൽ ഓഫ് ദ ഫംഗ്ഷൻ യൂസിങ് റെയ്മാൻ സം എന്ന് തന്നെ പറയും. റെയ്മാൻ സം എന്ന് പറയുകയാണെങ്കിൽ നമ്മളിതുപോലെ പാർട്ടീഷൻ എടുത്ത് സി കെ ചൂസ് ചെയ്ത് സമ്മേഷൻ്റെ ഫോമിൽ ലിമിറ്റ് കണ്ടിട്ട് തന്നെ ഇൻറ്റഗ്രേഷൻ കാണണം. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ റെയ്മാൻ സം ഇൻ ഹോണർ ഓഫ് ദ ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ബെർണാർഡ് റൈമാൻ. ഓക്കെ, then first problem compute the Riemann sum for f of x equal to 4 minus x square. അപ്പോൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് on -1 3. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയും തന്നിട്ടുണ്ട്. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ പ്ലേസിലാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്, -1 3 തന്നിട്ടുള്ളത്. ഇനി റീമാൻ സം കാണണമെങ്കിൽ എന്തൊക്കെ വേണം, നമുക്ക് എ ബിനെ n ഇൻ്റർവെല്ലായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ n ഇവിടെ തന്നിട്ടുണ്ട്. 5 ഇൻ്റർവെല്ലായിട്ടാണ് സബ് ഇൻ്റർവെൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. n ഈക്വൽ ടു 5 എന്ന് തന്നിട്ടുണ്ട്. ചൂസിങ് ദ ഇവാലുവേഷൻ പോയിൻറ്റ്സ് ബിൻ ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് സബ് ഇൻ്റർവെൽ. ശരിക്കും സി കെ ആർബിട്രറി ആണ്, പക്ഷേ ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് മിഡ് പോയിൻറ്റ്, ഓരോ ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിൻ്റ് ആണ് നമ്മുടെ സി കെ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട് അല്ലേ.
ഇനി നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഇൻറ്റഗ്രൽ എ ടു ബി ഇതാണ് ഓർത്ത് വയ്ക്കേണ്ടത്. എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ എഴുതാം, ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ കെ ഈക്വൽ ടു 1 to n, ഇവിടെ 1 to 5 ആവേ, എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ്. ഇപ്പോൾ ഇതൊക്കെ കിട്ടി. ഡെൽറ്റ എക്സ് നമുക്കറിയാം അല്ലേ. ഡെൽറ്റ എക്സ് ഇനി എങ്ങനെയാണ് കാണാം? ബി മൈനസ് എ ബൈ എൻ ആണ് ഡെൽറ്റ എക്സ്. ബി എന്ന് പറയുന്നത് 3 ആണ്, എ എന്ന് പറയുന്നത് -1 ആണ്, n ഈക്വൽ ടു 5 ആണ്. ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് 3 മൈനസ് -1 എന്ന് വരും. അതായത് 3 മൈനസ് -1 4 വരും ബൈ 5. അപ്പോൾ 4/5 ആണ് നമ്മുടെ എന്ത് ഡെൽറ്റ എക്സ് പറയുന്നത്. ഓക്കെ, അത് കിട്ടിയല്ലോ. ദെൻ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനെ പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. എ എക്സ് നോട്ടും ബി എക്സ് എന്നും. ആദ്യത്തത് x1, രണ്ടാമത്തെ x2 എക്സിട്ര, ഇത് x5 ആണ്. അപ്പോൾ ഇത് x3 x4 x5. ഇനി എക്സ് നോട്ടും x1ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് പറഞ്ഞത്, ഡെൽറ്റ എക്സ് ആണ് ഡിഫറൻസ്. അത് 4/5 ആണ് ഡിഫറൻസ്. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ x0 പ്ലസ് 4/5 എന്ന് വരും. x0 എന്തായിരുന്നു, -1 പ്ലസ് 4/5 ആണ് എന്ത്, x1. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ LCM ഒക്കെ എടുക്കാം അല്ലേ. -5 പ്ലസ് 4/5 എന്നാണ് വരിക. അത് -1/5 എന്ന് വരും. ദെൻ അടുത്ത x2 എങ്ങനെയാണ് കാണാം, x1 പ്ലസ് 4/5 വേണം കാണാൻ. അല്ലെങ്കിൽ ഇത് കൂടെ 4/5 കാണാം, ആഡ് ചെയ്യുക. അല്ലെങ്കിൽ x0 കൂടെ 2 × 4/5 ആ രീതിയിൽ ആഡ് ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ x1 കൂടെ എന്ത് ചെയ്യണം, വീണ്ടും ഒരു 4/5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x2 കിട്ടും. ഇതെന്താ വരിക, 4 അവിടെ മൈനസ് ആണ്. അപ്പോൾ 4 - 1 3 വരും ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമുക്ക് x2 കിട്ടി കേട്ടോ. x3 കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, വീണ്ടും ഒരു 4/5 ആഡ് ചെയ്യണം. അപ്പോൾ 3/5 പ്ലസ് 4/5 ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ് അല്ലേ, 5 ആണ്. അപ്പോൾ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്താൽ മതി, 7/5. x4 കിട്ടാൻ എന്താ വേണ്ടത്, വീണ്ടും ഒരു 4/5 ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും, 11/5 എന്ന് വരും. ലാസ്റ്റ് x5 ആണ്, പ്ലസ് 4/5 ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും, 15/5 എന്ന് വരും. അതായത് നമ്മൾ കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ x0 റൈറ്റ് എന്താ പറയുക, ലോവർ ലിമിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പർ ലിമിറ്റിൽ വന്ന് എൻഡ് ചെയ്യും കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് x5 ഒക്കെ കിട്ടി. ഇനി എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, CKs ഒക്കെ വേണം, മിഡ് പോയിൻറ്റ്സ് വേണം അല്ലേ. മിഡ് പോയിൻ്റ് എങ്ങനെയാണ് നമ്മൾ കാണുക സാധാരണ, ഇപ്പോൾ ഒരു x1y1, x2y2 എന്ന് പറയുന്ന 2 പോയിൻറ്റുകൾ, അതിൻ്റെ മിഡ് പോയിൻ്റ് എങ്ങനെയാണ് കാണാം, ഇത് രണ്ടും തമ്മിൽ x1 പ്ലസ് x2/2, y1 പ്ലസ് y2/2 എന്നാണ് വരിക. ശരിയല്ലേ, y2 കേട്ടോ. പക്ഷേ നമ്മുടെ കേസിൽ എക്സ് ആക്സിസിലുള്ള ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണത് അല്ലേ. അപ്പോൾ എക്സ് ആക്സിസിലെ പോയിൻറ്റുകളുടെ y കോർഡിനേറ്റ് ഒക്കെ ഇപ്പോൾ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ മിഡ് പോയിൻ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി, എക്സ് കോർഡിനേറ്റ്സിൻ്റെ സമ്മ് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ അതേ വീണ്ടും ഒന്നുകൂടി വരയ്ക്കുന്നുണ്ട്. ഇതാണ് x0 എന്ന് പറയുന്നത്, ഇതാണ് x1 എന്ന് പറയുന്നത്, ഇതാണ് x2 എന്ന് പറയുന്നത്, എക്സിട്ര നമ്മുടെ x5. അപ്പോൾ ഈ C1 എന്ന് പറയുന്നത് ഈ x0-നും x1-നും ഇടയ്ക്കുള്ള വാല്യൂ ആണ് C1. അപ്പോൾ C1 കിട്ടാൻ എന്താ ചെയ്യണ്ടേ, x1 പ്ലസ് x0/2 എന്ന് കണ്ടാൽ മതി. അതായത് C1 ഈക്വൽ ടു x1 എന്താ, -1/5 പ്ലസ് x0 -1/2. അതായത് ഇത് LCM എടുക്കുമ്പോൾ എന്ത് വരും, -1 -5/10 എന്ന് വരും. അതായത് -1 -5 -6/10 വരും. 2 കോമൺ ആണ്, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ -3/5 വരും. ഓക്കെ, അതുപോലെ ഓരോന്നും. ഇനി C2 കാണാൻ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ x0-ൻ്റെയും x1-ൻ്റെയും മിഡ് പോയിൻ്റാണ് C1 എന്ന് പറഞ്ഞത്, x1-ൻ്റെയും x2-ൻ്റെയും മിഡ് പോയിൻ്റാണ് C2 എന്ന് പറഞ്ഞത്. x1 എന്താണ്, -1/5, x2 എന്താണ്, 3/5. രണ്ടിൻ്റെയും മിഡ് പോയിൻ്റ് C2 എന്താ വരിക, x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ -1 + 3 എന്ന് പറയുന്നത് 2/5 വരും. ആഡ് ചെയ്യുമ്പോൾ /2 വരും.
അതായത് 1/5 വരും. ഓക്കെ, ഇനി C3 കാണാൻ എന്താ ചെയ്യേണ്ടത്? x2ഉം x3/2 അല്ലേ? ഇപ്പോൾ ഇവിടെ കറക്റ്റ് ഉണ്ട്. 7 പ്ലസ് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. 10 വരും. 10/5/2 എന്ന് വരും. അതായത് 5/5 1 വരും. ഓക്കെ, അതേപോലെ C4 C5 ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ റീമാൻ സമ്മിൽ അപ്ലൈ ചെയ്യാൻ പോവാണേ. നമ്മുടെ റീമാൻ സം എന്തായിരുന്നു? ഇൻറ്റഗ്രൽ കാണാൻ വേണ്ടിയിട്ട് ലിമിറ്റ് സിഗ്മ k equal to 1 ലിമിറ്റ് 10 tends to infinity സിഗ്മ k equal to 1 to n f of ck ഡെൽറ്റ എക്സ് എന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ ആ ലിമിറ്റ് ഇല്ലാത്ത സം ആണ് റീമാൻ സം എന്ന് പറഞ്ഞത്. അല്ലെ, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക? എഫ് ഓഫ് C1 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് എഫ് ഓഫ് C2 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് എഫ് ഓഫ് C3 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് n വരെ C5 വരെയല്ലേ ഉള്ളൂ, C5 ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് വരും. ഓക്കെ, ഇനി C1 അറിയാം, ഡെൽറ്റ എക്സ് കോമൺ ആണെന്നറിയാം 4/5. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4 മൈനസ് എക്സ് സ്ക്വയർ ആയിരുന്നു. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4 മൈനസ് എക്സ് സ്ക്വയർ ആയിരുന്നു. എഫ് ഓഫ് C1 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് മൈനസ് 3/5 എന്ന് വരും. എഫ് ഓഫ് എക്സ് 4 മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് 3/5 എന്താ? എക്സിൻ്റെ പ്ലേസിൽ മൈനസ് 3/5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 മൈനസ് 3/5 ഹോൾ സ്ക്വയർ. അങ്ങനെ എഫ് ഓഫ് C1 കിട്ടും. എഫ് ഓഫ് C2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1/5, അതായത് ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ 1/5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ദെൻ എഫ് ഓഫ് 1 ഓരോ വാല്യൂസും ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് എഫ് ഓഫ് മൈനസ് 3/5 കണ്ടോ, 4 മൈനസ് 3/5 ഹോൾ സ്ക്വയർ. എഫ് ഓഫ് 1/5 ആകുമ്പോൾ എന്താ വരിക? 4 മൈനസ് 1/5 ഹോൾ സ്ക്വയർ. എഫ് ഓഫ് 9/5 ആകുമ്പോൾ ഇവിടെ എഫ് ഓഫ് 1 ഉണ്ട്. എഫ് ഓഫ് 1 ആകുമ്പോൾ എന്താ വരിക? 4 മൈനസ് 1 സ്ക്വയർ. എഫ് ഓഫ് 9/5 ആണെങ്കിൽ 4 മൈനസ് 9/5 ഹോൾ സ്ക്വയർ. എഫ് ഓഫ് 13/5 ആണെങ്കിൽ 14 മൈനസ് 13/5 ഹോൾ സ്ക്വയർ. ഇതെല്ലാം നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ലാസ്റ്റ് അപ്രോക്സിമേറ്റ് വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട് 6.88. ഇത് ഫൈനൈറ്റ് ആയിട്ട് കറക്റ്റ് വാല്യൂ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി ഇൻറ്റഗ്രൽ ആവുന്നത് ഈ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോഴാണ്. ഇതിപ്പോൾ റീമാൻ സമ്മ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് നമ്പർ ഉണ്ടെങ്കിൽ നമുക്കിവിടെ വാല്യൂ തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഈ n 5 6 7 8 and 100ലേക്ക് പോകുമ്പോൾ നമുക്കത് ഇൻറ്റഗ്രലിലേക്ക് പോകും ഈ റീമാൻ സം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിവിടെ റഫായിട്ട് ഫിഗർ വരച്ചിട്ടുണ്ട് കേട്ടോ. ഫംഗ്ഷൻ്റെ 4 മൈനസ് എക്സ് സ്ക്വയർ നമുക്കറിയാമല്ലോ, പരാബോളയാണ്. ദെൻ ഇവാലുവേറ്റ് ചെയ്തേ കറക്റ്റ് ഇവിടെ ഇവാലുവേറ്റ് എന്ന് കൂടി തന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ അതിൻ്റെ റീമാൻ സം മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ സെയിം ഫംഗ്ഷൻ ആണ് അല്ലേ? എ സെയിം ആണ്, -1 ബി എന്ന് പറയുന്നത് 3 സെയിം ആണ്. ഡെൽറ്റ എക്സ് പക്ഷേ 5 എന്ന് തരാത്തത് കൊണ്ട് നമുക്ക് എന്ത് മീൻസ് എന്നിൻ്റെ വാല്യൂ കറക്റ്റ് തരാത്തത് കൊണ്ട് ബൈ n എന്നേ എഴുതാൻ പറ്റുള്ളൂ. അതായത് 4/n എന്ന് വരും ഡെൽറ്റ എക്സ്. b മൈനസ് a/n. ഇനി എന്താ ചെയ്തത് നമ്മൾ? x0 x1 x2 എക്സെട്ര. അവിടെ x5 n കറക്റ്റ് 5 തന്നിട്ടുള്ളതുകൊണ്ട് x5 വരെ കാണാം. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് xn വരെ കാണാം അല്ലേ? a ആണ് നമ്മുടെ x0. b എന്ന് പറയുന്നത് എന്താണ്? x0 പ്ലസ് b അല്ല, x1 എന്ന് പറയുന്നത് x0 പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. ഈ ഡെൽറ്റ എക്സ് ആണ് 4/n. അപ്പോൾ എന്ത് വരും? x0 എന്ന് പറയുന്നത് -1 ആണെങ്കിൽ x1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? x1 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് 4/n എന്ന് വരും. അപ്പോൾ x0 കിട്ടി, x1 കിട്ടി. x2 കിട്ടാൻ എന്താ വേണ്ടേ? x1 കിട്ടാൻ x1 ഡെൽറ്റ എക്സ് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് x1 പ്ലസ് 4/n എന്ന് വേണം ചെയ്യാൻ. അപ്പോൾ x1 ഓൾറെഡി -1 പ്ലസ് 4/n ഉണ്ട്. ഒരു 4/n കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 8/n അല്ലെങ്കിൽ 2 × 4/n എന്ന് വരും. ഓക്കെ, അതുപോലെ നമുക്ക് ഓരോന്നായിട്ടും കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ ജനറലായിട്ട് എന്തെഴുതാം? ഇത് എന്നിലായതുകൊണ്ട് x1 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് 1 × 4/n ശരിയല്ലേ? x2 ആണെങ്കിൽ എന്താ വരുന്നത്? -1 പ്ലസ് 2 × 4/n. അപ്പോൾ x5 എന്തായിരിക്കും? -1 പ്ലസ് 5 × 4/n. പിന്നെ ജനറൽ xn എന്തായിരിക്കും? അല്ലെങ്കിൽ xk എന്തായിരിക്കും? xk എന്ന് പറയുന്നത് -1 പ്ലസ് k × 4/n. ലാസ്റ്റ് മിസ് എന്താ പറഞ്ഞത്? ഇങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യും? നമ്മുടെ b എന്നുള്ള പോയിന്റിലേക്ക് എത്തും xnൽ അല്ലേ?
അതായത് എക്സ് എൻ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ ആണല്ലോ. ഇനി സി കെ എന്ന് പറയുന്നത് എന്തെടുക്കാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ മിഡ് പോയിൻ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഇത് ഓരോന്ന് സം ചെയ്ത് ബൈ 2 ഒക്കെ ചെയ്യണം. അത്ര ബുദ്ധിമുട്ടണ്ട. നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് റൈറ്റ് എൻഡ്, അതായത് നമുക്കിവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് റൈറ്റ് എൻഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലായോ? കറക്റ്റായിട്ട് മിഡ് പോയിൻ്റ് നിന്ന് അല്ലെങ്കിൽ ലെഫ്റ്റ് എൻഡത്ത് സി കെ എടുക്കണം, റൈറ്റ് എൻഡിൽ നിന്ന് സി കെ എടുക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളാണ്. അല്ലാതെ ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ് യൂസിങ് റീമാൻ സം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സി കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ മിഡ് പോയിൻ്റ് കണ്ട് ബുദ്ധിമുട്ടണ്ട, ഈ വാല്യൂസ് തന്നെ എടുത്താൽ മതി. അപ്പോൾ റൈറ്റ് എൻഡോ ലെഫ്റ്റ് എൻഡോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിവിടെ x0, x1, x2 അല്ലേ? അതിൽ റൈറ്റ് എൻഡ് എന്ന് പറയുമ്പോൾ C1 എന്ന് പറയുന്നത് x1 ആയിട്ട് വരും അല്ലേ? റൈറ്റ് എൻഡ് എന്ന് പറയുമ്പോൾ C1 എന്ന് പറയുന്നത് x1 ആയിട്ട് വരും. C2 എന്ന് നമുക്ക് തെറ്റുമില്ല. C2 ഇപ്പോൾ ലെഫ്റ്റ് ആകുമ്പോൾ C1 x0 ആവും, C2 x1 ആവും. അപ്പോൾ കാൽക്കുലേഷൻ കുറച്ച് നമ്മളൊന്ന് ആലോചിക്കണം അല്ലേ, തെറ്റാൻ ചിലപ്പോൾ. ഇത് റൈറ്റ് എൻഡ് പോയിന്റ് ഓഫ് ദി ഇൻ്റർവെൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? C1 x1 ആവും, തെറ്റില്ല. C1 x1 എന്ന് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. C1 എന്ന് പറയുന്നത് x1 ആണ്, C2 എന്ന് പറയുന്നത് x2, C3 എക്സെട്ര, CK എന്ന് പറയുന്നത് XK, CN എന്ന് പറയുന്നത് നമ്മുടെ XN, അതായത് വാല്യൂ 3 എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ജനറൽ CK എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടേ? എഫ് ഓഫ് CK ഇൻറ്റു ഡെൽറ്റ എക്സ് എന്നുള്ള ഫോമിലാണ് വേണ്ടത്. അപ്പോൾ ഇൻ ജനറൽ എഫ് ഓഫ് CK കിട്ടണം. CK എന്ന് പറയുന്നത് നമ്മുടെ XK -1 + 4k/n. ദെൻ റെയ്മാൻ സം എഴുതാം. എന്നിൻ്റെ കേസിലുള്ള റെയ്മാൻ സം ആണ് എഴുതേണ്ടത്. എന്നിൻ്റെ കേസിൽ റെയ്മാൻ സം എന്താ? k = 1 to n എഫ് ഓഫ് CK ഇൻറ്റു ഡെൽറ്റ എക്സ്. എഫ് ഓഫ് CK എന്താ? CK നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? 4 - x² ആയിരുന്നു അല്ലേ? എക്സ് എന്ന് പറഞ്ഞത് 4 - x² ആണെങ്കിൽ എഫ് ഓഫ് CK എന്താവും? 4 - CK² ആവും അല്ലേ? അപ്പോൾ ഇവിടെ എന്തെഴുതാം? സിഗ്മ k = 1 to n എഫ് ഓഫ് CKനെ 4 - CK² ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. ഡെൽറ്റ എക്സ് എന്താ നമ്മുടെ? b - a/n. ആ വാല്യൂ ഏതാ? 4/n. ഓക്കെ, ഇനി എഫ് ഓഫ് 4 - CK². CK എന്തായിരുന്നു? CK എന്ന് പറയുന്നത് -1 + 4k/n ആണ്. CK എന്ന് പറയുന്നത് -1 + 4k/n. 4 - CK എന്ന് പറയുന്നത് 4 - CK² എന്ന് വേണം അല്ലേ? അത് ഇവിടെ എഴുതുന്നുണ്ട്. 4 - CKയുടെ പ്ലേസിൽ -1 + 4k / n² എന്ന് എഴുതാം. ഇത് ഏതാ ഫോം? a + b - a + b - b എന്ത് വേണം എടുക്കാം? a + b² ആയിട്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും? 4 - ന്യൂമറേറ്റർ എന്താ വരിക? -1² എന്ന് പറഞ്ഞാൽ 1 വരും. + 2ab ആണ്, പക്ഷേ എയുടെ പ്ലേസിൽ -1 -1 × 4k × 2, അപ്പോൾ -8k അല്ലേ? + 4k² എന്താ? 16k² / n². അപ്പോൾ ഇനി അത് ഇൻറ്റു ഒരു ഡെൽറ്റ എക്സ് ഉണ്ട്. ഞാൻ ഇനി ഇത് വെച്ച് പറയാം ഇനി ബാക്കി. ഡെൽറ്റ എക്സ് ഉണ്ട്. ഡെൽറ്റ എക്സ് ഞാൻ ലിമിറ്റിൻ്റെ പുറത്തേക്കല്ല കേട്ടോ എടുത്തിട്ടുള്ളത്, സമ്മേഷൻ്റെ പുറത്തേക്ക് എടുത്തു. സമ്മേഷൻ ഓവർ k ആയതുകൊണ്ട് ഇനി ഇതൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണേ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് ഇങ്ങനെ വരും. ഓക്കെ, അഗൈൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സിഗ്മ k എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ k = 1 to n. k എന്ന് പറഞ്ഞാൽ എന്താ? 1 + 2 + 3 + എക്സെട്ര + n എന്ന് പറഞ്ഞത് n × n + 1/2 ആണ് അല്ലേ? അപ്പോൾ ഇവിടുന്ന് 8/n × സിഗ്മ k എന്ന് വരും. ഈ സിഗ്മ k എന്താവും? സിഗ്മ k n × n + 1/2 ആവും. സിഗ്മ k = 1 to n 3 എന്ന് പറഞ്ഞാൽ എന്താ? 3 + 3 + 3 + അങ്ങനെ n ടൈംസ് 3 ആഡ് ചെയ്യാന്ന് അർത്ഥം അല്ലേ? അപ്പോൾ എന്ത് വരും? സിഗ്മ 3 എന്ന് പറഞ്ഞതിന് 3n എന്ന് എഴുതാം. ദെൻ 16/n² k². സിഗ്മ k² എന്തായിരുന്നു? 1² + 2² + 3² + എക്സെട്ര + n² ആയിരുന്നു അല്ലേ? അതെന്തായിരുന്നു വാല്യൂ? n × n + 1 × 2n + 1/6 ആയിരുന്നു. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ശ്രദ്ധിക്കുക, എപ്പോഴും ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ എന്നിൻ്റെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഹയ്യസ്റ്റ് പവറിന് ഔട്ട് സൈഡ് എടുക്കുക. ആദ്യത്തെ കേസിൽ ഓരോ കേസായിട്ട് നോക്കിക്കോ. ആദ്യത്തെ കേസിൽ
ഇത് n ന്യൂമറേറ്ററിലും ഒരു n ആണ്, ഡിനോമിനേറ്ററിൽ. അപ്പോൾ n ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ 12 എന്നേ ഉള്ളൂ, അവിടെ പിന്നെ n ഇല്ല, കഴിഞ്ഞു. അടുത്ത കേസിൽ n × n+1 എന്നൊരു n+1 എന്ന് n ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ n ഓൾറെഡി ഉണ്ട്. അടുത്ത n ഔട്ട് സൈഡ് എടുത്താൽ 1 + 1/n എന്നാണ് വരിക. അപ്പോൾ ഇവിടെ n × n ഒരു n² ഉണ്ട്, അതും ക്യാൻസൽ ചെയ്ത് പോവും. ഒരു ഡിനോമിനേറ്ററിൽ n² ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി എന്താ ഉള്ളത്? 1 + 1/n ഉണ്ട്. n-ന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1/n എന്താവും? 1/∞ പോവും. 1 വലിയ നമ്പർ, അപ്പോൾ എന്താ വരിക? 0.00000 സംതിങ് വരും അല്ലേ? അതായത് അത് 0യിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ബാക്കി അവിടെ എന്താ ഉള്ളത്? 32/2, അതായത് അവിടെ ബാക്കിയുള്ളത് 60 എന്നുള്ള വാല്യൂ ആയിരിക്കും. ഈ വാല്യൂ നോക്കിയാൽ ഇനി ഇവിടെ എന്താ വരിക? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കണോ? 64/6 എന്ന് പറയുന്ന വാല്യൂ അവിടെ ഓൾറെഡി ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി ന്യൂമറേറ്ററിൽ n³ ഉണ്ട്, അത് നമുക്ക് ഡിനോമിനേറ്ററിൽ n³ ഉണ്ട്, ഡിനോമിനേറ്ററിൽ നിർത്തി. ന്യൂമറേറ്ററിൽ ഓൾറെഡി ഒരു n ഉണ്ട്, ആ n അവിടെ നിർത്തിയേ. ദെൻ n+1 എന്ന് ഒരു n ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ എന്ത് വരും? ഞാനിവിടെ എഴുതാം. 64/6 n³ n ഓൾറെഡി ഉണ്ട്. അടുത്തത് ഓക്കെ, n³ ഇവിടുന്ന് ഒരു ഔട്ട് സൈഡ് എടുക്കുമ്പോൾ n × 1 + 1/n വരും അല്ലേ? n × അടുത്ത 2n+1 എന്നൊരു n ഔട്ട് സൈഡ് എടുത്താൽ n × 2 + 1/n എന്ന് വരും. ഇനി നോക്കി ഇവിടെ ഒരു n ക്യാൻസൽ ചെയ്യുന്നത് നോക്കിക്കോളൂ. ന്യൂമറേറ്ററിൽ 1 2 3 n³ ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ലിമിറ്റ് ഇവിടെ ഈ 1/n 0യിലേക്ക് പോവും, ഈ 1/n 0യിലേക്ക് പോവും. ബാക്കി ന്യൂമറേറ്ററിൽ എന്താ ഉള്ളത്? 64 ഉണ്ട്, × 1 ഉണ്ട്, 2 / 6 എന്ന് വരും. ഓക്കെ, വിച്ച് ഈസ് നത്തിങ് ബട്ട് 64/3. ഇത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 6 × 2/3 എന്ന് വരും. ഇതാണ് നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ഇൻ്റഗ്രൽ -1 2 3 എന്നൊക്കെ കറക്റ്റ് വാല്യൂസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത് ജനറലാണ്. a to b integral a to b x dx is equal to 1/2 b² - a². ഓക്കെ, മാർക്ക് അനുസരിച്ച് എഴുതാം. ഇവിടെ റെയ്മാൻ സം പോലും തന്നിട്ടില്ല. ജസ്റ്റ് ഇൻ്റഗ്രൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 ആണ്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 1/2 × b² - a² പ്രൂഫ് കഴിഞ്ഞു എന്നറിയാം. പക്ഷേ അപ്പോൾ അങ്ങനെയാണോ എഴുതേണ്ടത്? ഇതൊരു 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ റെയ്മാൻ സം യൂസ് ചെയ്ത് തന്നെ എഴുതണം. ഓക്കെ, ഇനി മിസ്സിൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. നമുക്ക് റെയ്മാൻ സം കിട്ടാൻ എന്തൊക്കെയാണ് വേണ്ടത്? ലിമിറ്റ് n टेंड्स टू ഇൻഫിനിറ്റി f of ck into delta x, ഇത്രയാണ് വേണ്ടത് അല്ലേ? സിഗ്മ എന്നൂടി പറയാം. ലിമിറ്റ് n टेंड्स टू ഇൻഫിനിറ്റി സിഗ്മ k equal to 1 to n f of ck into delta x. റെയ്മാൻ സം ആണെങ്കിൽ സമ്മേഷൻ മാത്രം. നമുക്ക് ലിമിറ്റ് n टेंड्स टू ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ കണ്ടാലാണ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കിട്ടുക. അപ്പോൾ എന്തൊക്കെ വേണം? ഡെൽറ്റ എക്സ് വേണം ആദ്യം, ഡെൽറ്റ എക്സ് എന്ന് വേണം, സി കെ വേണം. ഈ രണ്ട് വാല്യൂസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ ആണല്ലോ? സി കെയുടെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, മിഡ് പോയിൻ്റ് എന്നോ എൻ പോയിൻ്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ആദ്യം അപ്പോൾ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? നമ്മുടെ ഇൻ്റർവെല്ലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് ഇൻ്റർവെല്ല്, എയും ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ല്. എപ്പോഴും ലെഫ്റ്റ് എൻഡിന് നമ്മൾ x0 എന്നും റൈറ്റ് എൻഡിന് xn എന്നും ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് n 5 4 എന്നൊന്നും പറയാത്തതുകൊണ്ടും നമ്പർ അല്ലാത്തത് കൊണ്ടും നമ്മൾ എങ്ങനെ എടുക്കുക? ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് b - a/n എന്നാണ് എടുക്കുക. അപ്പോൾ അവിടെ ചേഞ്ച് ഒന്നും ഇനി b - a/n ആയിട്ട് തന്നെ കിടക്കും, ഒരു വാല്യൂ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ x0 കിട്ടിയാൽ x1 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? x0നോട് b - a/n ആഡ് ചെയ്യണം. അപ്പോൾ ഇനി ജനറലായിട്ട് പറഞ്ഞു നോക്കാം. x2 കിട്ടാൻ എന്താ വേണ്ടേ? വീണ്ടും x1നോടാണ് b/n ആഡ് ചെയ്യേണ്ടത്. അതായത് x0നോട് 2 പ്രാവശ്യം b/n ആഡ് ചെയ്യണം, b - a/n ആഡ് ചെയ്യണം. അപ്പോൾ ഇൻ ജനറൽ എക്സ് കെ കിട്ടാൻ എന്താ വേണ്ടേ? എക്സ് കെ എന്ന് പറഞ്ഞ വാല്യൂ ആണ് കിട്ടേണ്ടതെങ്കിൽ x0നോട് k ടൈംസ് b - a/n എന്ന വാല്യൂ ആഡ് ചെയ്യണം. അപ്പോൾ ഡെൽറ്റ എക്സ് കിട്ടി, നമുക്ക് x0 x1 എക്സെട്ര xk കിട്ടി. ലാസ്റ്റ് xn എപ്പോഴും ഇങ്ങനെ n ടൈംസ് b - a/n ആഡ് ചെയ്യുമ്പോൾ n ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി b എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെൽറ്റ എക്സ് ആയി, x0കളായി. ഇനി എന്താ വേണ്ടത്? നമുക്ക് സി കെകൾ വേണം. സി കെ അപ്പോൾ എന്താ പറഞ്ഞത് മിസ്?
ആർബിട്രറി ആയിട്ട് എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം ഏത് തരത്തിലെടുക്കലാണ്? C1 ഈക്വൽ ടു x1, C2 ഈക്വൽ ടു x2. കാരണം നമ്മൾ ഓൾറെഡി അതൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണ്. CK ഈക്വൽ ടു XK എന്നുള്ള രീതിയിൽ ഓരോ ഇൻ്റർവെല്ലിൻ്റെയും റൈറ്റ് എൻഡ് പോയിൻറ്റിനെ നമുക്ക് CK ആയിട്ട് ചൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ്? CK ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ CKയുമായി അല്ലേ? C1, C2, C3, CK ഒക്കെ ആയി. ഇനി നമ്മുടെ റൈമാൻ സമ്മിൻ്റെ ടേംസിൽ എങ്ങനെയാണ് ഇൻ്റഗ്രൽ എഴുതുക? ഇൻ്റഗ്രൽ a to bx dx is equal to limit n tends to infinity sigma k equal to 1 to n f of CK delta x. സോ എഫ് ഓഫ് CK എന്ന് പറഞ്ഞത് എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? നമ്മുടെ ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ് ആയിരുന്നു അല്ലേ? ഇൻ്റഗ്രൽ a to b എക്സ് ഡി എക്സ് എന്നാണ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് CK എന്തായിരിക്കും? ആക്ച്വലി എന്തായിരിക്കും? CK അല്ലേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1 1 ആണ്, എഫ് ഓഫ് 2 2 ആണ്, എഫ് ഓഫ് 3 3 ആണ്, എഫ് ഓഫ് CK ആണ്. അപ്പോൾ എഫ് ഓഫ് CK എന്നുള്ള വാല്യൂ കിട്ടി. CK ആണ് ദേ ഇവിടെ കിട്ടിയിട്ടുണ്ട്. XK ഈക്വൽ ടു CK ഈക്വൽ ടു a പ്ലസ് k ഇൻറ്റു b മൈനസ് a ബൈ n. ഓക്കെ, സോ എഫ് ഓഫ് CK എഴുതി. ഡെൽറ്റ എക്സ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. b മൈനസ് a ബൈ n. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ സിഗ്മ ഓരോ ടേമിനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കൊടുക്കണം അല്ലേ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആദ്യത്തെ ടേം b മൈനസ് a ബൈ എന്നിന് k ഇല്ലാത്തത് കൊണ്ട് അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. b മൈനസ് a ബൈ n ഇൻറ്റു സിഗ്മ a പ്ലസ് b മൈനസ് a ബൈ n ഇൻറ്റു k എന്ന് എഴുതാം. ശരിയല്ലേ? സോ ഇനി ഓരോന്നിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? അതായത് b മൈനസ് b മൈനസ് a, ആദ്യത്തെ കേസിൽ b മൈനസ് a ബൈ n ഇൻറ്റു സിഗ്മ a എന്ന് വരും ആദ്യത്തെ ടേം. ശരിയല്ലേ? സിഗ്മ k ഈക്വൽ ടു 1 to n ഒക്കെയാണ്. രണ്ടാമത്തെ ടേം എന്താ വരിക? b മൈനസ് a ബൈ n, ഇത് രണ്ടെണ്ണം ഉണ്ട് അല്ലേ? സ്ക്വയർ സിഗ്മ k എന്ന് വരും. സിഗ്മ a ആണെങ്കിൽ അതെന്ത് വരും? b മൈനസ് a ബൈ n ഇൻറ്റു n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n a എന്ന് വരും. സെക്കൻഡ് ടേം b മൈനസ് a ബൈ n ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സിഗ്മ k പറയുമ്പോൾ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 എന്ന് വരും. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 എന്ന് വരും. അഗൈൻ നേരത്തെ പറഞ്ഞ പോലെ മിസ് ഇവിടെ പറഞ്ഞ പോലെ ഒരു 1 ബൈ n ഉണ്ട്. n ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ a എന്നുള്ള വാല്യൂ മാത്രം വരും. ഇവിടെയും ഒരു 1 ബൈ n ഔട്ട് സൈഡ് ഉള്ളതുകൊണ്ട് നെക്സ്റ്റ് ടേമിലും ഈ n നമുക്ക് ഇൻസൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? b മൈനസ് a ബൈ n സ്ക്വയർ ഇൻറ്റു, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, b മൈനസ് a ബൈ n സ്ക്വയർ ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്? b മൈനസ് a ബൈ n സ്ക്വയർ നിർത്തി ഇതൊന്ന് n ഔട്ട് സൈഡ് എടുത്താൽ n ഇൻറ്റു 1 പ്ലസ് 1 ബൈ 2 എന്ന് വരും. ഓൾറെഡി 2 ഉണ്ട്. 1 ബൈ n ബൈ 2 എന്ന് വരും. ഇവിടെ എഴുതാം കേട്ടോ. സോ ഈ ടേം ഒന്ന് മിസ് എഴുതുന്നതിൻ്റെ ഒപ്പം ഒന്ന് നോട്ട് എഴുതാം. ആദ്യത്തെ ടേം വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. 1 ബൈ n ഇൻറ്റു n a എന്ന് വരും. n ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ a എന്ന് മാത്രമേ വരുള്ളൂ. ആദ്യത്തെ ടേം ഓക്കെയാണ്. ഇവിടെ n ഇല്ല. രണ്ടാമത്തെ ടേം നോക്കുക. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞേ? b മൈനസ് a ഹോൾ സ്ക്വയർ ബൈ n സ്ക്വയർ എന്ന് വന്നിരുന്നു നമ്മുടെ കേസിൽ. ദെൻ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ n എഴുതി. n പ്ലസ് 1 എന്ന് n ഔട്ട് സൈഡ് എടുത്താൽ 1 പ്ലസ് 1 ബൈ n ബൈ 2 എന്ന് വരും. ഓക്കെ, ഈ n സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ? n സ്ക്വയർ n ഇൻറ്റു n ഉണ്ട്. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക? b മൈനസ് a ഹോൾ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഈ 1 ബൈ n 0 ആവും. അപ്പോൾ b മൈനസ് a ദ ഹോൾ സ്ക്വയർ ബൈ 2 എന്നുള്ള വാല്യൂ ആണ് അവിടെ വരിക. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ഇൻറ്റു b സ്ക്വയർ മൈനസ് a സ്ക്വയറിന് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യത്തെ കേസിൽ ഒരു b മൈനസ് a ബൈ 2 ഉണ്ടാവും. b മൈനസ് a ഇൻറ്റു a ഉണ്ടാവും. രണ്ടാമത്തേൽ b മൈനസ് a ഹോൾ സ്ക്വയർ ബൈ 2 ഉണ്ടാവും. തന്നെയാണ് സെയിം ആണിത് കേട്ടോ. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു b സ്ക്വയർ മൈനസ് a സ്ക്വയർ. ഹെൻസ് വി പ്രൂവ്ഡ് അല്ലേ? എക്സാമ്പിൾ നോക്കി. ഡിവൈഡ് ദ ഇൻ്റർവൽ 2 5 ഇൻറ്റു n സബ് ഇൻ്റർവൽസ് ഓഫ് ഈക്വൽ ലെങ്ത് CK എനി പോയിൻറ്റ് ദെൻ റൈറ്റ് ദിസ്. ഇനി ഇതൊന്ന് നേരെ തിരിച്ച് എന്താ അപ്പോൾ നമ്മൾ ഇത്ര നേരം എഴുതിയേ?
എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്തെന്ന് എഴുതിയേ? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ 1 to n k equal to 1 to n എഫ് ഓഫ് സി കെ ഡെൽറ്റ എക്സ് എന്ന് എഴുതിയേ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ. ഇനി തന്നിട്ടുള്ള പ്രോബ്ലം നോക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മൾ എഴുതുന്നത് പോലെ ഉണ്ട് അല്ലേ? സിഗ്മ അതും സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. എഫ് ഓഫ് സി കെയുടെ പ്ലേസിൽ ഇപ്പോൾ എന്താ ഉള്ളത്? റൂട്ട് ഓഫ് 1 പ്ലസ് സി കെ ഹോൾ സ്ക്വയർ ആണ്. ഡെൽറ്റ എക്സും അതുപോലെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്താ കിട്ടിയേ? എഫ് ഓഫ് സി കെ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 പ്ലസ് സി കെ സ്ക്വയർ എന്ന് വരും. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താ വരിക? എഫ് ഓഫ് സി കെ റൂട്ട് ഓഫ് 1 പ്ലസ് സി കെ സ്ക്വയർ. എഫ് ഓഫ് എക്സ് എന്ത് വരും? സി കെയുടെ പ്ലേസിൽ എക്സ് കൊടുത്താൽ മതി അല്ലേ? എന്താ വരിക? എഫ് ഓഫ് എക്സ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും അല്ലേ? ഇത് എഫ് ഓഫ് സി കെ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആക്ച്വലി എന്താണ്? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഇപ്പോൾ എന്താ കിട്ടിയേ? റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. എ ടു ബി എന്നുള്ള വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? 2ഉം 5 ഒക്കെ. അപ്പോൾ എന്താ ആൻസർ വരിക? ഇതിൻ്റെ ആൻസർ വരെ ഇൻ്റഗ്രൽ എ ടു ബി എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ 2 to 5. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇങ്ങനത്തെ എഴുതാനേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ, ഇതൊരു പ്രോബ്ലം ഉണ്ട്. ഇത് എക്സസൈസ് പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ നോക്കുന്നുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു. ഇത് നോക്കിയൊക്കെ, ഇത് എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ എന്താ? എഫ് ഓഫ് സി കെയുടെ പ്ലേസിൽ 4 CK - 3. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതണ്ടേ? ലിമിറ്റ് തന്നിട്ടുണ്ട് -3 to -1. എഫ് ഓഫ് സി കെ ബൈ 3ക്ക് പകരം എങ്ങനെ എഴുതാം? 4x - 3 ഇൻറ്റു ഡി എക്സ്. സിമ്പിളാണ്. ഇതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻസ് ടു ഒക്കെ ഉണ്ട്. ലിമിറ്റ് 0 to 3 ആണ്. ഫംഗ്ഷൻ്റെ കേസിൽ നോക്കി 2CK ഇൻറ്റു 1 - CK ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അത് എഫ് ഓഫ് സി കെ ആണ് നമ്മുടെ അല്ലേ? ഇത് എഫ് ഓഫ് സി കെ ആണ് നമ്മുടെ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താ വരിക? സി കെയുടെ പ്ലേസിലൊക്കെ എക്സ് കൊടുക്കുക അല്ലേ? അതായത് 2x ഇൻറ്റു 1 - എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ഇതോ ഇൻ്റഗ്രൽ 1 to 2 സി കെയുടെ പ്ലേസിൽ വീണ്ടും എക്സ് കൊടുക്കുക അല്ലേ? 15th ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക? ഇൻ്റഗ്രൽ 1 to 2 തന്നിട്ടുണ്ട് ഇൻ്റർവെല്. അപ്പോൾ 1 to 2 സി കെയുടെ പ്ലേസിൽ എക്സ് കൊടുക്കുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടും അല്ലേ? 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ് എന്ന് വരും. അതേപോലെ അടുത്തതും ഇതെന്താ വരിക? ഈ വാല്യൂ വരുന്നത് ഇൻ്റഗ്രൽ 0 to π/2 ഉള്ളതുകൊണ്ട് ഇൻ്റഗ്രൽ 0 to π/2. ആ ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് സി കെയുടെ പ്ലേസിൽ എക്സ് കൊടുക്കുമ്പോൾ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, താങ്ക് യു.